ഹായ് ഫ്രണ്ട്സ്, എത്ര മനോഹരമായിട്ടുള്ള സ്ഥലം അല്ലേ? ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ടിലെ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പകർത്തിയ ദൃശ്യങ്ങളാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാൽവരി മൗണ്ടിലെ കാഴ്ചകളാണ്. ഹൈവേയിൽ നിന്ന് ഒരു 200-300 മീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് കേട്ടോ ഈ സ്പോട്ട് വരണേ. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം. പിന്നെ കൂടുതലും റിസോർട്ടുകളാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നല്ലൊരു രസകരമായ കാഴ്ച കണ്ടു. ഒരു കപ്പലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കവിടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റും. ഒരു റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചുകൂടി ഞങ്ങളുടെ വണ്ടി മുകളിലോട്ട് കയറിപ്പോയി. കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോൾ നല്ലൊരു കുളത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നു. മഴ പെയ്തിട്ട് കുളമായിക്കൊണ്ടാണ്. അങ്ങനെ കുളം താണ്ടി പിന്നെയും മുന്നോട്ട് പോയപ്പോൾ ഒരു ജീപ്പ് വന്ന് ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പോണ വഴി ഓഫ് റോഡായിരിക്കുമോ, ഇനി മുകളിലോട്ട് കയറണമെങ്കിൽ നടന്ന് കയറേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു എന്തായാലും മുകളിൽ വരെ ഒന്ന് വണ്ടി എത്തും, പ്രശ്നമുള്ള വഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അതിൻ്റെ കവാടം, നമ്മുടെ കാൽവരി മൗണ്ടിൻ്റെ കവാടം നമ്മൾ കണ്ടു. അവിടെ നിന്ന് പിന്നെയും നമ്മൾ ഉള്ളിലോട്ട് പോയി. വണ്ടി കവാടം കഴിഞ്ഞ് ഒരു തുറസായ സ്ഥലത്തേക്ക് പോയി കയറി. അവിടെ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി ഞങ്ങൾ മുകളിൽ പാർക്ക് ചെയ്തു. 2-3 വണ്ടികൾ ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനും പിന്നെ വിശ്രമിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റിയ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് മുകളിൽ. ഞങ്ങൾ ചെന്ന സമയത്ത് ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചായി. കുറച്ച് മഴക്കാരും മഞ്ഞും കാര്യങ്ങളൊക്കെ വന്നു. ഇതാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റും അതുപോലെ വണ്ടിയുടെ പാർക്കിംഗ് ഫീസും. അങ്ങനെ ഞങ്ങളും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടേക്ക് ഇരുന്ന് നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നടക്കുന്ന വഴികളിലെ 2 സൈഡിലും ചെടികളും മുളയും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. 2 സൈഡുകളിലും കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഭംഗിയാക്കാനുള്ള പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെടികളൊക്കെ കുറേ ഷേപ്പുകളിലാണ് കേട്ടോ അവർ വെട്ടി നിർത്തിയേക്കണേ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ചെയറുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള, ഒന്ന് ഇരുന്ന് വിശ്രമിക്കാനുള്ള, വെയിൽ കൊള്ളാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഞാനൊക്കെ അതിശയിച്ച് പോയി. സൂപ്പർ വ്യൂ ആണ് അവിടെ, ഒന്നും പറയാനില്ല. വന്നത് വെറുതെ ഇല്ല. മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ പേര് പറഞ്ഞു അവിടെ എത്തുമ്പോൾ നമുക്ക് മഞ്ഞ് കാരണം കൊണ്ട് കാഴ്ച അത്ര ക്ലിയർ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെത്തിയ സമയത്ത് ഉച്ച സമയമാണ്, നല്ല ക്ലിയർ ആയിരുന്നു. മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു അധികം വെയിലും ഇല്ല, എന്നാൽ മഴക്കാരും അധികം ഉണ്ടായിരുന്നില്ല, മഞ്ഞുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടും നല്ലൊരു കാഴ്ചയാണ് അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അവിടെ കുറച്ച് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ കാഴ്ചയൊക്കെ കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, 2-3 വണ്ടികൾ ഓൾറെഡി വന്ന് കിടപ്പുണ്ടായിരുന്നു. ഇട ദിവസമായിരുന്നിട്ടും അവിടെ ഒരു 3-4 വണ്ടി ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തോ ഞങ്ങളുടെ ഭാഗ്യം മഞ്ഞൊക്കെ മാറി നല്ലൊരു വ്യൂ തന്നെ കിട്ടി.
കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത അന്തരീക്ഷമൊക്കെ മാറി തുടങ്ങി, മഴക്കാർ നല്ല രീതിയിൽ വരാൻ തുടങ്ങി, പിന്നെ മഞ്ഞ് നന്നായിട്ട് വരാൻ തുടങ്ങി. അപ്പോഴേക്കും മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങി. അങ്ങനെ എനിക്ക് അതിൻ്റെ മനോഹാരിത കണ്ട് ആസ്വദിച്ച് തീരുന്നതിന് മുമ്പേ മഴ ശക്തിയാവാൻ തുടങ്ങി. അപ്പോൾ ഇടുക്കിയിലേക്കൊക്കെ വരുമ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് ഉണ്ടോ. അങ്ങനെ ഈ മഴക്കാരും മഞ്ഞും മഴയും എല്ലാം കൂടി വന്നപ്പോൾ അതിൻ്റെ ഭംഗി, ആ സ്ഥലത്തിൻ്റെ ഭംഗി ഒരു 100 ഇരട്ടിയെന്ന് പറയാം. മഴ നല്ല രീതിയിൽ സ്ട്രോങ് ആവാൻ തുടങ്ങിയപ്പോൾ അവിടെ അടുത്തൊരു ഹട്ട് പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറി നിന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.